ആദ്യം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഞങ്ങൾ ബോധവൽക്കരണം നടത്തും. എല്ലാ സ്ഥലത്തും ഈ വിഷയം എന്താണെന്ന് എത്തിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെടൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഞങ്ങൾ ഈ മണ്ണെടുക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ ഫിസിക്കലായി മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളവും ബോട്ടും വഞ്ചിയും എല്ലാം ഉപയോഗിച്ച് ഈ മണ്ണെടുക്കാൻ വേണ്ടി കടലിൽ വരാൻ ആരെയും അനുവദിക്കില്ല. ഇതിപ്പോൾ നോട്ടിഫിക്കേഷൻ ഇപ്പോഴാണ് വന്നത്. 2023 നിയമം പാസ്സാക്കിയെങ്കിലും അത് കഴിഞ്ഞപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ വന്നു. പാർലമെന്റ് ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരുന്നില്ല. ഇപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത്. നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നപ്പോഴാണ് സ്വാഭാവികമായും ആളുകൾ അറിയുക. അതുവരെ ആരും അറിയില്ല. ഈ അറിഞ്ഞ വശം മുതൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്. ഞാനാണ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ. PP ചിത്തരഞ്ജൻ MLA ആണ് അതിൻ്റെ കൺവീനർ. ഞങ്ങൾ തന്നെ ആദ്യം രംഗത്തിറങ്ങി. ഞങ്ങൾ എല്ലാ സംഘടനകളെയും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.